നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പല പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന പോഷക സമൃദ്ധമായ ഇലക്കറിയാണ് പാലക് ചീര. എന്നാൽ പാലക് ചീരയിൽ ഓക്സലേറ്റ് എന്ന പദാർത്ഥം കൂടുതലായി അടങ്ങിയിരിക്കുന്നതിനാൽ വൃക്കയിൽ കല്ല് രോഗമൊക്കെ ഉള്ളവർ ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാലക് ചീര തോരനാണ്. ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് പാലക് ചീര. എന്നാൽ ഇത് പലരും തയ്യാറാക്കാൻ മടിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇത് പാലക് ചീര തോരൻ വയ്ക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, കുഴഞ്ഞു പോകാറുണ്ട് എന്ന് പറയാറുണ്ട്. പാലക് ചീരയിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ കുഴഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ തയ്യാറാക്കിയാൽ കഴിക്കാത്തവരും കഴിക്കും. അപ്പം അത്രയും ഹെൽത്തി ആയിട്ടുള്ള പാലക് ചീര എങ്ങനെയാണ് ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് പാലക് ചീര. ഇപ്പം നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാലാനായിട്ട് ഇതേപോലൊരു വെള്ളം വാർന്ന് പോകാനായിട്ട് മാറ്റി വച്ചിട്ടുണ്ട്. രാവിലെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്, അപ്പോഴത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതായത് ഒട്ടും കുഴഞ്ഞു പോകാതെ നമുക്ക് തോരൻ തയ്യാറാക്കി എടുക്കണമെങ്കിൽ നമ്മൾ പാലക് ചീര തോരൻ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ, അരിയുന്ന സമയത്ത് തന്നെ നമ്മളിത് കഴുകി വയ്ക്കാതിരിക്കുക. നേരത്തെ തന്നെ 1-2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ പാലക് ചീര ഒന്ന് വെള്ളം തോർന്ന് വരാനായിട്ട് കഴുകി ഒന്ന് വെള്ളം വാലാനായിട്ട് മാറ്റി വയ്ക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള തോരൻ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കൂ. ഇനി നമുക്ക് അതിൻ്റെ തണ്ടൊന്ന് മാറ്റിയതിന് ശേഷം ഇലകൾ ആദ്യം അരിഞ്ഞെടുക്കാം. തണ്ട് എപ്പോഴും കുറച്ച് കട്ടിയായതുകൊണ്ട് തന്നെ വേവ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഇലയേക്കാളും കൂടുതൽ വേവ് തണ്ടിനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ തണ്ട് മാറ്റി വെച്ചിട്ട് ഇലയാണ് ആദ്യം അരിഞ്ഞെടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് തണ്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഇലക്കറിയാണ് പാലക് ചീര. കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചൊരു ഭക്ഷണമെന്ന് തന്നെ നമുക്ക് പറയാം പാലക് ചീര. ഈ ചീരയിലെ ല്യൂട്ടിൻ, സിയാക്സിൻ എന്ന ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കടുകിട്ട് പൊട്ടി വന്ന സമയത്ത് നമ്മളിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സവാളയായാലും കുഴപ്പമില്ല. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. ഞാൻ ആവശ്യത്തിന് തോരത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ പാലക് ചീരയുടെ തണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ പാലക് ചീരയുടെ തണ്ട് കട്ട് ചെയ്ത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കത് അടച്ചു വെച്ച് കൊടുക്കാം. പാലക് ചീരയിൽ ഫോളേറ്റ്, ഇരുമ്പ് തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിലെ ചുവന്ന രക്താണുക്കൾ കൂട്ടാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ്. വിറ്റാമിൻ കെ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നു. നാരുകൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനാൽ മികച്ച ദഹനം ലഭിക്കുന്നത് വഴി മലബന്ധം കുറയ്ക്കാനായിട്ട് ഏറെ സഹായിക്കുന്നുണ്ട്. പൊട്ടാസ്യം, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തോരത്തിന് ആവശ്യമായ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ നമുക്ക് കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചയും പഴുത്തതും ചേർത്തിട്ടുണ്ട്. നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നമുക്ക് തോരത്തിന് ഇതൊന്ന് ചതച്ചെടുക്കാം. ഈ ചീരയിൽ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മളിത് കഴിച്ചാൽ വയറ് നിറഞ്ഞ ഒരു പ്രതീതി ലഭിക്കുകയും അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കുറച്ച് കഴിക്കുകയും ഇതുവഴി നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. പാലക് ചീരയുടെ തണ്ടൊന്ന് വാടി വന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇല കൂടി ചേർത്ത് കൊടുക്കാം. ആ ടൈമിൽ തന്നെ നമ്മൾ അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പാലക് ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഹെൽത്തി ആക്കാനും
കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനും കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. 1 2 ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മുട്ട കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കിയെടുത്താൽ തോരൻ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. സൂപ്പർ ടേസ്റ്റിയും ഹെൽത്തിയുമാണ്. ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുട്ട ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും മുട്ട കൂടി ചേർത്ത് ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിലും നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.